ശരീരത്തിന്റെ ആകാര ഭംഗിയൊക്കെ കാണിച്ച് അമ്പലത്തിലൊക്കെ പദപ്രദക്ഷിണം വെക്കില്ലേ, അതുപോലെ നോക്കിയേ. ഇങ്ങനെ ഒരു പാദത്തിന് മേലെ മറ്റൊരു പാദം വരുത്തക്ക രീതിയിൽ. ഇങ്ങനെ ഇങ്ങനെ. സിമ്പിൾ അല്ലേ? തുടങ്ങിക്കോ. നടന്നോ? നടക്ക്. എന്താ എന്താ എന്റെ മോന്റെ മനസ്സിൽ? അച്ഛാ അച്ഛാ, അത് മഹേ, നീ എന്താ ഇതുവരെ റെഡിയായില്ലേ? താഴെ വന്ന ഗസ്റ്റുകള് നിന്നെ തിരക്കുന്നു. അമ്മേ, അത് എനിക്കൊരു ന്യായീകരണവും കേൾക്കണ്ട. ഞാൻ വിളിച്ചിട്ട് വന്ന ഗസ്റ്റുകൾ അവര്. നിന്നെ കാണാൻ അവര് വന്നത്. രമേ, അവരെ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് നീ ചെയ്യേണ്ട ചില മര്യാദകളുണ്ടായിരുന്നു. ആ മര്യാദകളൊന്നും നീ പാലിച്ചില്ല. കണ്ടവളുമാരുടെ മുൻപിൽ വെച്ച് ക്രോസ് വിസ്താരമാണ് ലക്ഷ്യമെങ്കിൽ അതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വിളിച്ചു വരുത്തിയ ഗസ്റ്റുകൾ അവര്. ആ അപ്പയും ഉപ്പയൊന്നും അല്ല, സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരാ. അമ്മേ, എന്നോടൊന്ന് അച്ഛനെ കൂട്ടുപിടിച്ച് നീ ഈ അമ്മയെ തോൽപ്പിക്കാൻ നിൽക്കരുത്. അടുക്കളക്കാരിയെ കോളേജിൽ അയച്ചപ്പോഴും ഞാൻ ക്ഷമിച്ചതാ. താഴെ ഇരിക്കുന്നവരുടെ മുമ്പിൽ കൂടി അമ്മയെ അപമാനിക്കണമെന്നാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ആയിക്കോ. പക്ഷേ പിന്നെ ഈ അമ്മയെ കാണില്ല. എന്തു വേണമെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. അമ്മേ, ഞാൻ വരാം. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അഡ്മിഷന് സമയമായി. അഡ്മിഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മോളുടെ പേരെന്താന്ന് പറ. കല്യാണി. ചിക്കല്യാണിയോ? അല്ല, കല്യാണി. കല്യാണി, ഒരു കാര്യം ചെയ്യും, ഒരു ഡാൻസ് കളിച്ച് കാണിച്ചേ. പാട്ടൊക്കെ ചേട്ടന്മാര് വെച്ചു തരും. എടാ പിന്നെ ആ പാട്ട് വെച്ചു കൊടുത്തേ.
പറഞ്ഞ ഡാൻസ് ഒക്കെ ഞാൻ ചെയ്തില്ലേ? ഇനി എന്റെ ബാഗിങ് താ, ഞാൻ പോയി അഡ്മിഷൻ എടുക്കട്ടെ. അതെങ്ങനെ ശരിയാവും കല്യാണി? ഞാൻ നിന്നോട് കളിക്കാൻ പറഞ്ഞത് മോഹിനിയാട്ടമാ അല്ലടാ. നീ കളിച്ചത് ഡപ്പാങ്കുത്തും. മോഹിനിയാട്ടം കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ ബാഗ് തരാം. എനിക്ക് കാണേണ്ട ഡപ്പാങ്കുത്ത. നല്ല ഡപ്പാങ്കുത്ത് കളിച്ചിട്ട് പോയാ മതി നീ. ദയവായി എന്നെ വിട്ടേക്ക്. എനിക്ക് അഡ്മിഷന് സമയമായി. എന്റെ ബാഗിങ് താ. നീ ഡപ്പാങ്കുത്ത് കളിക്ക്, നീ മോഹിനിയാട്ടം കളിക്കടി. എടാ മതി മതി മതി, നമുക്കെല്ലാവർക്കും കൂടി ഒരു കോംപ്രമൈസിലെത്താം. ഏതായാലും കല്യാണിക്ക് ഇനി ഒരു 5 കൊല്ലം ഈ കോളേജിന്റെ മുക്കിലും മൂലയിലും കറങ്ങി നടക്കണം. അപ്പോ എവിടെയാണ് ഉയർച്ച, എവിടെയാണ് കുഴി നമുക്കറിയണം. അനാട്ടമി, ഈ കോളേജിന്റെ അനാട്ടമി അതൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് ബാഗ് കൊടുത്ത് വിട്ടേക്കാം അല്ലേ? അത് മതി, അത് മതി. അത് മതി, അത് മതി, അത് മതി. ഈ കോളേജിന്റെ മുക്കും മൂലയൊക്കെ നീ എന്തായാലും അറിയണം. അപ്പൊ ക്യാമ്പസിന് ചുറ്റും 10 റൗണ്ട് വലം വെച്ചിട്ട് വാ. കല്യാണി ഇങ്ങനെ മടിച്ചേക്കാതെ അവൻ പറഞ്ഞത് ചെയ്തിട്ട് വന്നിട്ട് ബാഗ് മേടിച്ച് പോയി അഡ്മിഷൻ എടുക്കുന്നേ. ദേ കല്യാണി, കാല് നീട്ടി വെച്ചിട്ടല്ല അന്ന നടക്കുന്നേ. നീ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഹായ്. ശരീരത്തിന്റെ ആകാര ഭംഗിയൊക്കെ കാണിച്ച് അമ്പലത്തിലൊക്കെ പദപ്രദക്ഷിണം വെക്കില്ലേ, അതുപോലെ നോക്കിയേ. ദേ ഇങ്ങനെ ഒരു പാദത്തിന് മേലെ മറ്റൊരു പാദം വരുത്തക്ക രീതിയിൽ. ഇങ്ങനെ ഇങ്ങനെ. സിമ്പിൾ അല്ലേ? തുടങ്ങിക്കോ. നടന്നോ? നടക്ക്, നടക്കുന്നേ. ആ ഇരിക്കെ. നീ എന്താ ഇത്ര വൈകിയത്?